ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ജനുവരി 25, 26 തീയതികളിൽ ഉള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 18 പ്രധാന സ്ഥാനങ്ങളുടെ നിരയിൽ കേരളം 15ാമത്. കേരളത്തിൻ്റെ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15ാമതാണ്. 18 സ്ഥാനങ്ങളുള്ളതിൽ 15ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അതിനകത്തെ 1ാമത്തെ സ്ഥാനം ഒഡീഷയ്ക്കും, 2 ഛത്തീസ്ഗഡ്, 3 ഗോവ, 4 ജാർഖണ്ഡ്. പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1ാം സ്ഥാനം ഒഡീഷയാണ്, 2ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 3ാം സ്ഥാനം ഗോവ, 4ാം സ്ഥാനം ജാർഖണ്ഡ്. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നീതി ആയോഗ് രൂപീകരിച്ചത് 2015 ജനുവരി 1-നാണ്. അപ്പോൾ നീതി ആയോഗ് എന്നാണ് രൂപീകരിച്ചത് 2015 ജനുവരി 1-നാണ്. 1950 സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രി. ഇപ്പം നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർമാൻ സുബൻ ബെറി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുബൻ ബെറി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പം നീതി ആയോഗിൻ്റെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും രാജ്യത്ത് സഹകരണ ഫെഡറലിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അപ്പം എന്താണ് ലക്ഷ്യം? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും രാജ്യത്ത് സഹകരണ ഫെഡറലിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ പ്രസ്താവന രൂപത്തിലുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത്, MD വാസുദേവൻ നായർക്ക് മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, PR ശ്രീജേഷ്, ശോഭന. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, PR ശ്രീജേഷ്, ശോഭന. പത്മശ്രീ ലഭിച്ചത് IM വിജയൻ, ഡോക്ടർ ഓമനക്കുട്ടി, ഗുരുവായൂർ ദൊരൈ. അപ്പോൾ ഈ ജോസ് ചാക്കോ പെരിയപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. ഇനി അടുത്തത്, ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനമാണ് ഇപ്പം കഴിഞ്ഞത്. എത്രാമത്തെ റിപ്പബ്ലിക് ആയിരുന്നു? ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക്കാണ്. അതുപോലെ തന്നെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ടിപ്പോൾ 75 വർഷമായി. എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനാ സഭ അംഗീകരിച്ചത് 1949 ജനുവരി 26-ന്. 1949 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ സഭ അംഗീകരിച്ചത്. 2015 മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നു മുതലാണ്? 2015 മുതലാണ്. സംവിധാൻ ദിവസ് എന്നാണത് അറിയപ്പെടുന്നത്. സംവിധാൻ ദിവസ്. 1950 ജനുവരി 25-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 ജനുവരി 25. ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു. നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമാണ് ഉൾപ്പെടുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. രാജീവ് കുമാറാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്.
സുപ്രീം കോടതി ഇന്ത്യക്ക് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് 124. അപ്പോൾ 124-ാം വകുപ്പാണ് സുപ്രീം കോടതി ഇന്ത്യക്ക് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയയാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹരിലാൽ ജെ കനിയ. ഇപ്പോഴത്തെ ആരാണ്? സഞ്ജീവ് ഖന്ന. ആദ്യത്തേത് ഹരിലാൽ ജെ കനിയ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഭരണഘടനയെക്കുറിച്ചൊക്കെ കുറച്ച് വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം.